ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനും ജാമ്യം. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റി. എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, SITയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകുന്ന കേസായി ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് ഇപ്പോൾ മാറുകയാണ്. പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുന്നു. അതും സ്വാഭാവിക ജാമ്യം നേടി ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് മനോജ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നവർ? രാഖി, ഈ കേസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ജയിൽ മോചിതനാകുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവാണ്. രണ്ടാമതായി ശ്രീകുമാറിനും ജാമ്യം ലഭിക്കുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെ ആളാണ് ജയിൽ മോചിതനാകാൻ പോകുന്നത്. ഏതായാലും ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടെ ജാമ്യം അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് കൊല്ലം വിജിലൻസ് കോടതിയാണ് സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് അനുവദിച്ച് നൽകുന്നത്. 90 ദിവസം ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ കോടതിയിൽ SIT കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും പ്രതികൾക്ക് ജാമ്യം ലഭിക്കും. അങ്ങനെ തന്നെയാണ് മുരാരി ബാബുവിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അടക്കം നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് 2 കേസുകളിലും പ്രതിയായ ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള D സുധീഷ് കുമാറിന് കൂടെ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. സുധീഷ് കുമാറിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ ജാമ്യ ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ തിരുവനന്തപുരത്തെത്തി പിന്നീട് ജയിൽ മോചിതനാകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. എന്തായാലും സുധീഷ് കുമാർ കൂടെ ഇനി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉപാധികളോടെ ജാമ്യം നേടി. ഇനി വരുന്ന ഘട്ടത്തിൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യം നേടിയിരുന്നു. രണ്ടാമതായി കട്ടിളപ്പാളി കേസിൽ സമർപ്പിച്ചിട്ടുള്ള ജാമ്യ ഹർജി കോടതി ഇന്ന് പരിഗണിച്ചു. ഇനി അടുത്ത ഈ ബുധനാഴ്ചത്തേക്ക് വാദം കേൾക്കുവാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. വാദം പൂർത്തിയായാലുടൻ തന്നെ ആ ജാമ്യ ഹർജിയിലും വിധിയുണ്ടാകും. സ്വാഭാവികമായും പ്രതി 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയാക്കിയാൽ അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം ലഭിക്കും. അങ്ങനെ ശബരിമല കേസിലെ മുഖ്യപ്രതി ഉൾപ്പെടെ ജാമ്യത്തിൽ ജയിൽ മോചിതനാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും SIT ഇതുവരെയും ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇനി പത്മകുമാർ, KS ബൈജു, N വാസു അടക്കമുള്ള പ്രതികൾ അങ്ങനെ കാത്തിരിക്കുകയാണ്. അതായത് 90 ദിവസം പൂർത്തിയായാൽ ഉടൻ തന്നെ ജാമ്യ ഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിക്കും. സ്വാഭാവികമായും ജാമ്യം അനുവദിച്ച് കിട്ടുമെന്നുള്ള കാര്യം അവർക്കെല്ലാം തന്നെ അറിയാം. അതിൽ കോടതിക്ക് ഒരു തരത്തിലും വിവേചനം കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കോടതിക്ക് നിയമവശങ്ങൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പ്രതികൾക്ക് നീതി ലഭിക്കേണ്ട ആവശ്യം ചൂണ്ടിക്കാണിച്ച് 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന് കാട്ടി അഭിഭാഷകർ ഈ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ കോടതിക്ക് അവർക്ക് ജാമ്യം അനുവദിച്ച് നൽകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഹൈക്കോടതി കൃത്യമായൊരു ഇടപെടൽ നടത്തിയിട്ടും ഈ SIT കാണിക്കുന്ന അലംഭാവം, നിരുത്തരവാദപരമായ ഒരു സമീപനം ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. നമുക്കറിയാം, ഹൈക്കോടതി പോലും നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, എന്തുകൊണ്ട് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കുന്നില്ല, എന്തുകൊണ്ട് പ്രതികളെ പൂട്ടാനുള്ള ഒരു ഇടപെടൽ നടത്തുന്നില്ല, അങ്ങനെ ഓരോന്നോരോന്നായി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ എന്നിട്ട് പോലും മറ്റു പ്രതികളുടെ കാര്യത്തിൽ പോലും നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൂടി ജാമ്യം ലഭിച്ചാൽ എല്ലാം കൊണ്ടും ശുഭം എന്ന് പറയാം. ആ ഒരു ഘട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീക്കുകയാണ് എന്ന് പൊതുജനങ്ങൾക്ക് സംശയം വന്നാൽ പോലും അതിശയിക്കേണ്ടതില്ലല്ലോ. പൊതുജനങ്ങൾക്ക് അത്തരത്തിൽ ആശങ്ക ഉണ്ടാകുമല്ലോ എന്ന് കോടതി പോലും പറയുന്ന ഒരു സാഹചര്യം വന്നതാണ്. എന്നിട്ട് പോലും SIT അനങ്ങുന്നില്ല എങ്കിൽ ഇതിന് പിന്നിൽ ഒരു ഒത്തുകളി സംശയിച്ചാൽ എന്താണ് തെറ്റ്, മനോജ്? തീർച്ചയായും SITക്ക് മേലുള്ള സമ്മർദ്ദം അത് നമുക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ മനസ്സിലായതാണ്. അതിനുശേഷം നിരന്തരമായുള്ള സമ്മർദ്ദം കാരണമാണോ ഇത്തരത്തിൽ പ്രതികൾക്ക് ജാമ്യം നേടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം ഉടൻ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുമെന്നൊക്കെ പറയുമ്പോഴും ഇതുവരെയും അതിനുശേഷം ഒരു പ്രതിയെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും SIT കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ മറ്റു പ്രതികൾക്ക് കൂടെ ജാമ്യം ലഭിക്കും. ഈ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതൊന്നും SITയെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കില്ല. കാരണം ഇതുവരെ ശബരിമലയിൽ നടന്നത്, അത് പുറത്തു വന്നത് എങ്ങനെയാണെന്ന് ഈ ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത് ആദ്യ പരാതിയിലൂടെ വന്ന് പിന്നീട് അത് കോടതി ഇടപെടലുണ്ടായാണ് അന്വേഷണം ഈ തരത്തിലെങ്കിലും എത്തിയത്. പക്ഷേ ഈ തരത്തിൽ എത്തിയിട്ട് പോലും SITയുടെ ഭാഗത്തു നിന്നും ഒരു മെല്ലെപ്പൊക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ SIT ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിലാണ്ടുപോയോ എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും
എന്തായാലും ആരൊക്കെയാണോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഉന്നതർ, ആ ഉന്നതരെ ഇതുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം. ഇതിൽ തന്നെ മുഖ്യപ്രതി അടക്കം ജയിൽ മോചിതനായാൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക എന്നുള്ളത് അത് ചെറുതല്ല. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചെല്ലാം നമ്മൾ പരിശോധിച്ചതാണ്. അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ള, അത്തരത്തിലൊരു കൊള്ള നടത്തിയിട്ടുള്ള ആൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി ജയിലിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതിൽ പറ്റി കൃത്യമായൊരു ആശങ്ക എല്ലാ വിശ്വാസികൾക്കുമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ ഈ ജാമ്യ ഹർജി സമർപ്പിച്ച് ഇനി ജാമ്യത്തിനായി കാത്തിരിക്കുകയാണ്. ശരി മനോജ്, എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികൾ ഓരോരുത്തരായി ഓരോ ദിവസം പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിലായി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനാണ് ജാമ്യം ലഭിച്ചത്. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം, അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ വാസുവിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്.